ഇടക്കൊച്ചി 16-ാം ഡിവിഷനിൽ പൊതു കളിസ്ഥലം ഒരുങ്ങുന്നു. നഗരസഭയുടെ ആസ്തിയിലുള്ള 3 ഏക്കറോളം സ്ഥലത്ത് ആരംഭിക്കുന്ന കളിക്കളത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഒക്ടോബർ 24-ന് കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിക്കും. നാട്ടുകാരുടെയും കായിക പ്രേമികളുടെയും വർഷങ്ങളായുള്ള ആവശ്യം നിറവേറ്റാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് വാർഡ് കൌൺസിലർ അഭിലാഷ് തോപ്പിൽ. കൊച്ചി നഗരസഭയുടെ കീഴിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റിന് സമീപമാണ് പുതിയ കളിസ്ഥലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. നഗരസഭയുടെ ആസ്തിയിലുള്ള 3 ഏക്കറോളം സ്ഥലത്ത് ആരംഭിക്കുന്ന കളിക്കളത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഒക്ടോബർ 24-ന് കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിക്കും. കളിസ്ഥലത്തിനായി നിലവിലെ തറ നിരപ്പ് ഉയർത്തും. ക്രിക്കറ്റ്, ഫുട്ബോൾ കളിക്കുന്നതിനുള്ള സൗകര്യം, വോളിബോൾ കോർട്ട്, ഓപ്പൺ ജിം, കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള മിനി പാർക്ക്, കളിസ്ഥലത്തിന് ചുറ്റും വാക്ക് വേ, ഗാലറി എന്നിവ ഉൾപ്പെടുന്നതാണ് പദ്ധതി. ഇടക്കൊച്ചിയുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുകയാണ്. ഇടക്കൊച്ചിയിലെ ജനങ്ങൾക്ക് കൊച്ചി മേയർ, ബഹുമാനപ്പെട്ട നമ്മുടെ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നൽകിയ വാക്ക് ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. 1,20,00,000 രൂപ ചെലവിൽ ഒരു കളിസ്ഥലം ഇവിടെ ആരംഭം കുറിക്കുകയാണ്. വരുന്ന 4 മാസത്തിനുള്ളിൽ തന്നെ ഇത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന രീതിയിലാണ് ഈ കളിസ്ഥലത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 10 ലക്ഷം രൂപ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനു പുറമെ 1,20,00,000 രൂപയുടെ എസ്റ്റിമേറ്റിനാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. നാട്ടുകാരുടെ ആവശ്യം പരിഗണിച്ച് നൽകിയ ഉറപ്പാണ് കളിസ്ഥലത്തിന്റെ പൂർത്തീകരണത്തിലൂടെ നടപ്പാകുന്നതെന്ന് മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ പറഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കും വിധമുള്ള കളിസ്ഥലത്തിനാണ് ഇടക്കൊച്ചിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നിർമ്മാണോദ്ഘാടനം ആരംഭിച്ച് പദ്ധതി 4 മാസത്തിനകം പൂർത്തീകരിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ VS ശ്രീത്തുണ്ട്. അദ്ദേഹത്തിന് ഈ പദ്ധതിക്ക് ഒപ്പം നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇടക്കൊച്ചിയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും, ഇടക്കൊച്ചി നമ്മുടെ ഡിവിഷൻ മാത്രമല്ല, ഈ ഇടക്കൊച്ചിയുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന എല്ലാ മേഖലയിലെയും ആളുകളെയും ഇങ്ങോട്ട് എത്തിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കായിക വിനോദത്തിൽ ഏർപ്പെടുന്നതിനുള്ള ഒരു വലിയ ഇടമാണ് ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെയും കായിക പ്രേമികളുടെയും വർഷങ്ങളായുള്ള ആവശ്യം നിറവേറ്റാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് വാർഡ് കൌൺസിലർ അഭിലാഷ് തോപ്പിൽ മെട്രോ 7 ന്യൂസിനോട് പറഞ്ഞു. ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. കരാറുകാരൻ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ജനങ്ങൾക്ക് നൽകിയ വാക്ക് ഇവിടെ പൂർത്തിയാക്കുവാനായിട്ട് 4 മാസമാണ് നമുക്കിനി വേണ്ടത്. ആ 4 മാസത്തിനുള്ളിൽ തന്നെ ഇത് തുറന്നു കൊടുക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനം നടക്കും. നാളെ പ്രവർത്തിക്ക് ആരംഭം കുറിച്ച് കഴിഞ്ഞാൽ ഇത് പൂർത്തിയാകുന്നതോടുകൂടി ഇതിൻ്റെ പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ പ്രവർത്തനം നിർത്തുകയുള്ളൂ. അതുവരെ നിർത്താതെയുള്ള പ്രവർത്തനം ഈ കളിസ്ഥലം ഒരുക്കുന്നതിനായിട്ടുണ്ടാകും. എല്ലാവർക്കും ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരുണ്ട്, സഹ കൗൺസിലർമാരുണ്ട്. പിന്നെ ഇതിനു വേണ്ടി വലിയ കഠിനാധ്വാനം ചെയ്ത നമ്മുടെ നഗരസഭ കൊച്ചി പള്ളുരുത്തി സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ ഈ കളിസ്ഥലത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇടക്കൊച്ചി നിവാസികൾക്ക് വേണ്ടി ഞാൻ അകമഴിഞ്ഞ ഹൃദയം തുറന്നുള്ള ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഫുഡിന്റെ കാര്യത്തിൽ സോൾട്ട് ഒരു സ്വർഗം തന്നെയാണ്. 300-ൽ പരം കൊതിയൂറും വിഭവങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, പനംപിള്ളി നഗർ ആൻഡ് കാക്കനാട്.